ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു എപ്പിസോഡ് പ്രിവ്യൂയിലേക്ക് സ്വാഗതം. സുജാത പറയുകയാണ്, പാവം എന്റെ ചേട്ടൻ, ആഗ്രഹം തോന്നുന്നതൊക്കെ ഞാൻ പറയും. പാവം, അതൊക്കെ പോയി ഓടി വാങ്ങിച്ചുകൊണ്ടുവരും. കഴിക്കേണ്ട താമസം, തുടങ്ങും അങ്ങ് ഛർദിൽ. ഞാൻ അവശയായി, എന്റെ ചേട്ടനാണെങ്കിൽ അങ്ങ് മടുത്തു. ഒടുവിലായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പിട്ട് കിടക്കാനേ നേരമുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കല്യാണിക്കും നന്ദന മാഡത്തിനുമൊക്കെ എന്തൊരാശ്വാസമാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനുശേഷം സുജാത അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. കല്യാണി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അടുക്കളയിൽ പോയി സുജാത ഒരു ഗ്ലാസ് പാൽ കൊണ്ടുവന്ന് കല്യാണിയുടെ മുന്നിൽ വയ്ക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വിശേഷമായി കഴിഞ്ഞാൽ പെൺകുട്ടികൾ പ്രസവം വരെ വെറുതെ ഇരിക്കരുത് എന്നാണ് പ്രമാണം. എപ്പോഴും ഉത്സാഹവതികളായിട്ടിരിക്കണം. മനസ്സിലെപ്പോഴും സന്തോഷമുണ്ടായിരിക്കണം. എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. കഴിക്ക് എന്നും പറഞ്ഞ് കല്യാണിക്ക് വീണ്ടും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അയ്യോ മതി എന്ന് കല്യാണി പറയുന്നെങ്കിലും സുജാത കഴിക്കുക പറഞ്ഞ് നിർബന്ധപൂർവ്വം കല്യാണിയെ കഴിപ്പിക്കുകയാണ്. കല്യാണിയുടെ കഷ്ടകാലമൊക്കെ മാറി. എന്തായാലും അഖില മാഡം ഇതൊക്കെ അംഗീകരിക്കുമെന്നും കല്യാണി ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവരും എന്നുള്ളതൊക്കെ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? എല്ലാം നടന്നില്ലേ? മാത്രമല്ല അഖില മാഡത്തിനിപ്പോ ഇപ്പോൾ കല്യാണിയോട് എന്തു സ്നേഹമാണ്. പാവം ദാസേട്ടന്റെ പ്രാർത്ഥനയാണെന്ന് കരുതിയാൽ മതി. ഇത് കേൾക്കുമ്പോൾ കല്യാണി ഒന്ന് സങ്കടപ്പെടുന്നു. അപ്പോൾ സുജാത പറയുന്നു, വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഓർക്കാൻ വേണ്ടി പറഞ്ഞതാ. വിഷമിക്കാതെ. ചില മനുഷ്യർ നമ്മളെ വിട്ടു പോകുമ്പോൾ അവരെക്കുറിച്ച് ഓർക്കാനേ നേരമുണ്ടാവുകയുള്ളൂ. കാരണം അവര് നമുക്ക് തന്നിരിക്കുന്നത് നല്ല ഓർമ്മകൾ മാത്രമാണ്. അതുകൊണ്ടാണ്. അന്നേരം കല്യാണി ചോദിക്കുന്നു, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു സുജാതേച്ചി? സുജാത പറയുന്നു, ഇനി ആ കുറുപ്പേട്ടൻ മാത്രമേ കഴിക്കാനുള്ളൂ. കുറുപ്പേട്ടൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ കല്യാണി ചോദിക്കുന്നു, അല്ല എപ്പോഴും അടുക്കളയിലിരുന്നാണോ കഴിക്കാറ്? അപ്പോൾ സുജാത പറയുന്നു, അതെനിക്കറിയില്ല. കുറച്ചു ദിവസമായി ആഹാരം എടുത്തുകൊണ്ടു പോകും. വല്ല വരാന്തയിലോ കാർ ഷെഡിലോ ഒക്കെ ഇരുന്നാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കുറുപ്പേട്ടന്റെ മുറിയിലായിരിക്കും. ഇത് കേട്ടിട്ട് കല്യാണി ഒന്ന് സംശയിക്കുന്നുണ്ട്. എന്നിട്ട് കല്യാണി ചോദിക്കുന്നു, അല്ല ഈ കുറുപ്പേട്ടന് വീടും ബന്ധുക്കളും ഒന്നുമില്ലേ? ചേച്ചിക്ക് വല്ലതും അറിയാമോ? അതൊന്നും എനിക്കറിയില്ല. വർഷങ്ങളായിട്ട് അയാൾ ഇവിടത്തെ കാര്യസ്ഥനാണ്. അയാൾ അങ്ങനെ ഇങ്ങനെയൊന്നും കാര്യങ്ങൾ തുറന്നു പറയത്തില്ല. ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്നിട്ട് കല്യാണി ഭക്ഷണം കഴിച്ചിട്ട് എണീക്കാൻ തുടങ്ങുന്നു. അപ്പോൾ സുജാത ചോദിക്കുന്നു, മതിയാക്കിയോ കല്യാണി? മതി ചേച്ചി എന്ന് കല്യാണി പറയുന്നു. അപ്പോൾ സുജാത പറയുകയാണ്, ഈ പാലെങ്കിലും കുടിക്ക്. വേണ്ട, ഇത് കുടിച്ചാൽ ഞാൻ അപ്പോ ഛർദിക്കും, പ്ലീസ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദിനെയും അരവിന്ദിനെയുമാണ്. അരവിന്ദ് ചോദിക്കുന്നു, ബ്രോ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ കരുതി അമ്മയോടുള്ള സംശയത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതാണെന്ന്. അപ്പോൾ ആനന്ദ് പറയുന്നു, അല്ല, SI എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞതാണ്. കല്യാണി കേൾക്കാതെ എന്ന് പറയുമ്പോൾ അകത്തുനിന്നും നടന്നു വരുന്ന കല്യാണി ഇത് കേൾക്കുകയാണ്. വീണ്ടും ആനന്ദ് പറയുന്നു, ദാസേട്ടൻ ആക്സിഡന്റിൽ മരിക്കുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നുവെന്ന് അവിടെ. കല്യാണിയെ തൽക്കാലം അറിയിക്കേണ്ടെന്നും കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ആണ് SI പറഞ്ഞത്. എന്തൊക്കെയാ ബ്രോ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് വീണ്ടും അരവിന്ദ് പറയുകയാണ്, തൽക്കാലം ഇതൊന്നും കല്യാണി അറിയണ്ട. പക്ഷെ ഇതൊക്കെ കല്യാണി വാതിലിന്റെ മറവിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ആനന്ദ് പറയുന്നു, SIയും ഇത് തന്നെയാണ് പറഞ്ഞത്. അന്നേരം അരവിന്ദിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ഹലോ, ബ്രോ ഇവിടെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. എന്നിട്ട് അരവിന്ദ് ആനന്ദിന് ഫോൺ കൈമാറുകയാണ്. AK ഹെർബൽസിൽ നിന്നാണ്, ബ്രോയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതിനുശേഷം ആനന്ദ് ഫോണുമായി പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കല്യാണി അകത്തേക്ക് സ്റ്റെപ്പ് കയറി വരുമ്പോൾ വീണ്ടും കുറുപ്പ് ബാൽക്കണിയിലൂടെ ആഹാരവുമായി പോകുന്നതാണ് കാണുന്നത്. കല്യാണി കുറുപ്പിന്റെ പിറകെ പോവുകയാണ്. ആരെങ്കിലും പുറകെ വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചാണ് കുറുപ്പ് മുകളിലേക്ക് പോകുന്നത്. കുറുപ്പിന്റെ പുറകെ മുകളിലെത്തിയ കല്യാണി കാണുന്നത് കുറുപ്പ് ആ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നതാണ്. വാതിൽ കുറുപ്പ് അകത്തുനിന്ന് അടയ്ക്കുകയും ചെയ്യുന്നു. പിന്നീട് കല്യാണി പതിയെ ചെന്ന് ആ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ കല്യാണി കാണുന്നത് കെട്ടിയിട്ടിരിക്കുന്ന അഖിലാണ്ടേശ്വരിയാണ്. അത് കണ്ട് കല്യാണി ആകപ്പാടെ ഞെട്ടുന്നു. ഞെട്ടിത്തെറിച്ച കല്യാണി വീണ്ടും ഒന്നുകൂടി നോക്കുകയാണ്. കല്യാണിക്ക് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് വലിയ കുഞ്ഞേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് ഓടുകയാണ്. പക്ഷെ താഴെ എത്തുന്ന കല്യാണി കാണുന്നത് മുന്നിൽ നിൽക്കുന്ന രാജരാജേശ്വരിയാണ്. ആകപ്പാടെ അന്തിച്ചു നിൽക്കുകയാണ് കല്യാണി. പെട്ടെന്ന് വിലാസിനിയും അങ്ങോട്ടത്തേക്ക് ഓടിയെത്തുന്നു. ആകപ്പാടെ വിയർത്ത് കുളിച്ച കല്യാണി രാജരാജേശ്വരിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. രാജേശ്വരി കല്യാണിയോട് ചോദിക്കുന്നു, എന്താ മോളെ നിനക്ക്? രാജേശ്വരി മുന്നോട്ട് വരുംതോറും കല്യാണി പുറകേട്ടത്തേക്ക് നീങ്ങുകയാണ്. രാജേശ്വരി ചോദിക്കുന്നു, എന്താ മോളെ, എന്താ പറ്റിയത്? ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കല്യാണിയെ തട്ടി വിളിച്ച് വീണ്ടും രാജേശ്വരി ചോദിക്കുന്നു, എന്താ മോളെ, എന്താ പറ്റിയത്? എന്നിട്ട് സുജാത എന്ന് ഉറക്കെ വിളിക്കുകയാണ് രാജേശ്വരി. എന്നിട്ട് കല്യാണിയോട് പറയുന്നു, ഈ അവസരത്തിൽ ഇങ്ങനെ ഓടാനൊന്നും പാടില്ല. നീ എന്തിനാണ് മുകളിലേക്ക് കയറാൻ പോയത്? വിളികേട്ട സുജാത അപ്പോഴേക്കും അവിടേക്ക് എത്തുന്നു. മാഡം,
രാജേശ്വരി സുജാതയോട് ചോദിക്കുന്നു, സുജാത നീ എന്താ ഇതൊന്നും കാണുന്നില്ലേ? കല്യാണിയെ നീ എന്തിനാണ് രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് ടെറസിലേക്ക് വിട്ടതെന്ന്? അവൾക്ക് വേണ്ടത് നിനക്ക് ചെയ്തു കൊടുത്തൂടായിരുന്നോ? എന്നിട്ട് കല്യാണിയോട് പറയുന്നു, ദേ ഇങ്ങനൊന്നും പാടില്ല കേട്ടോ. സുജാത പറഞ്ഞല്ലോ ആഹാരം എടുത്തു വച്ചിട്ടും മോള് കഴിച്ചില്ല എന്ന്. ദേ ഈ സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടിയല്ല ഭക്ഷണം കഴിക്കേണ്ടത്. മോള് വാ, ആന്റി എടുത്തു തരാം. എന്നിട്ട് മിണ്ടാതെ നിൽക്കുന്ന കല്യാണിയെ മുറുകെ പിടിച്ചിട്ട് വാ എന്ന് വിളിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് സുജാതയെയും വിളിക്കുന്നു. വിലാസിനെയും കൂടെ പോകുന്നുണ്ട്. പക്ഷെ കൂടെ പോകുന്ന കല്യാണി തിരിഞ്ഞ് വീണ്ടും മുകളിലേക്ക് തന്നെ നോക്കുകയാണ്. താഴെ കൊണ്ടുവന്ന കല്യാണിയെ ബലമായി കസേരയിൽ പിടിച്ചിരുത്തുന്നു. അതിനുശേഷം സുജാതയോട് രാജേശ്വരി പറയുന്നു, സുജാത ആഹാരം കൊണ്ടുവരൂ. സുജാതയും അന്തം വിട്ട് നിൽക്കുകയാണ്. രാജേശ്വരി വീണ്ടും ചോദിക്കുന്നു, പറഞ്ഞത് കേട്ടില്ലേ? പക്ഷെ കല്യാണിയുടെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഒന്നും അറിയാതെ വിലാസിനി അവിടെ തന്നെ നിൽപ്പുണ്ട്. സുജാത കൊണ്ടുവന്ന ഭക്ഷണം കല്യാണിക്ക് രാജേശ്വരി വാരി കൊടുക്കുകയാണ്. കഴിക്കുമോളെ. പക്ഷേ കല്യാണി ഭക്ഷണം കഴിക്കാതെ കസേരയിൽ നിന്നും എഴുന്നേൽക്കുന്നു. ആകെ അമ്പരന്ന് നിൽക്കുന്ന കല്യാണി വലിയ കുഞ്ഞേ എന്ന് ഉറക്കെ നിലവിളിക്കുകയാണ്. ഇത് കേട്ട് ശിവരാമകൃഷ്ണനും വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്നു വരുന്നു. ആനന്ദും അരവിന്ദും അങ്ങോട്ടത്തേക്ക് എത്തുന്നു. ആനന്ദ് ചോദിക്കുന്നു, കല്യാണി എന്താ, നിനക്ക് എന്താണ് പറ്റിയത്? എന്നിട്ട് കല്യാണി വിളറി പിടിച്ച് പറയുകയാണ്, ഞാൻ അവിടെ കണ്ടതാണ്. ആനന്ദ് ചോദിക്കുന്നു, എന്ത് കണ്ടു? ആരെ കണ്ടു? എന്താ കല്യാണി എന്ന് ആനന്ദ് വീണ്ടും ചോദിക്കുന്നു. കല്യാണി പറയുന്നു, ഞാൻ കണ്ടതാണ്. വലിയ കുഞ്ഞു വാ എന്നും പറഞ്ഞ് ആനന്ദിനെയും വിളിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറി പോവുകയാണ് കല്യാണി. കൂടെ ശിവരാമകൃഷ്ണനും അരവിന്ദും പോകുന്നുണ്ട്. ചേച്ചി എന്ന് വിളിച്ചിട്ട് വിലാസിനിയും കൂടെ പോകുന്നു. രാജേശ്വരി ആകെ അമ്പരന്ന് അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയെയും കുറുപ്പിനെയുമാണ്. രാജേശ്വരിയും കൂടെയുണ്ട്. രാജേശ്വരി വിരലുകളിൽ മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ആ കല്യാണിയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കാനാണ് എനിക്ക് ആദ്യം തോന്നിയത്. ഹോ, പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അവരെന്നെ പച്ചയ്ക്ക് കത്തിക്കുമായിരുന്നില്ലേ? അന്നേരം പ്രിയങ്ക പറയുന്നു, സത്യമാണ് ആന്റി, ആനന്ദും അരവിന്ദും കൂടി ആന്റിയെ കൊന്നിരിക്കുമായിരുന്നു. അതിന് സംശയം വേണ്ട. രാജേശ്വരി പറയുന്നു, എന്റെ പ്രിയങ്കയെ, ഞാൻ ആ സമയത്ത് അനുഭവിച്ച ടെൻഷൻ ഭൂമി അങ്ങ് രണ്ടായി പിളർന്നിരുന്നുവെങ്കിലെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. എന്റെ മൂക്കിലേക്ക് മരണത്തിന്റെ മണമടിച്ചു. എന്നിട്ട് പ്രിയങ്ക ചോദിക്കുന്നു, ആ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നോ അവിടെ? ഉണ്ടായിരുന്നു. തൃച്ചംബരത്ത് എല്ലാവരും ഉണ്ടായിരുന്നു, ആ നന്ദന ഒഴികെ. അവൾ അന്നേരം നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. പ്രിയങ്ക ചോദിക്കുന്നു, പിന്നെ അതിൽ നിന്നും ആന്റി എങ്ങനെ രക്ഷപ്പെട്ടു? രാജേശ്വരി പറയുന്നു, അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ. അത് ദേ കുറുപ്പ് പറഞ്ഞു തരും. ഒന്ന് പറഞ്ഞു കൊടുക്ക്. ബാക്കി കുറുപ്പ് പറയുകയാണ്. അതിൽ കാണിക്കുന്നത് ഭക്ഷണവുമായി സ്റ്റെപ്പ് കയറി പോകുന്ന കുറുപ്പിനെയാണ്. വാതിൽ തുറന്ന് കുറുപ്പ് അകത്തേക്ക് കടക്കുന്നു. എന്നിട്ട് അഖിലയുടെ കെട്ടഴിക്കുകയാണ് കുറുപ്പ്. കല്യാണി അപ്പോൾ വാതിലിൽ നിന്ന് നോക്കുന്നുമുണ്ട്. വലിയ കുഞ്ഞെ എന്ന് കല്യാണി ഉറക്കെ നിലവിളിക്കുന്നത് അഖിലാണ്ടേശ്വരിയും കുറുപ്പും കേൾക്കുന്നുണ്ട്. ബാക്കി കുറുപ്പ് പറയുകയാണ്, എത്രയേറെ ശ്രദ്ധിച്ചിട്ടും കല്യാണി എന്റെ പുറകെ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടില്ല. കല്യാണിയുടെ വലിയ കുഞ്ഞെന്നുള്ള അലർച്ച കേട്ടതും. പിന്നീട് കാണിക്കുന്നത് വീണ്ടും ആ മുറിയിലെ കാഴ്ചകളാണ്. കുറുപ്പിനെ പെട്ടെന്ന് അഖിലാണ്ടേശ്വരി തള്ളി താഴെയിടുന്നു. കൈകളിലെ കെട്ട് കുറുപ്പ് അഴിച്ചിരുന്നു. കാലിലെ കെട്ട് പെട്ടെന്ന് അഖില അഴിച്ചതിന് ശേഷം വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുറുപ്പ് അഖിലയെ പുറകിൽ നിന്നും പിടിച്ചു വലിക്കുന്നു. എന്നിട്ട് വീണ്ടും അഖിലയുടെ മുഖത്തേക്ക് ആ ക്ലോറോഫോം സ്പ്രേ അടിക്കുകയാണ്. അന്നേരം അഖില വീണ്ടും ബോധം കെടുകയാണ്. ബോധം പോയ അഖിലയും കൂട്ടി കുറുപ്പ് ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വേറൊരു വാതിൽ തുറന്ന് അവിടെയാക്കുന്നു. അതിനുശേഷം പഴയ മുറിയിലെത്തി അവിടെ ഇട്ടിരുന്ന കയറും ബാക്കിയെല്ലാ സാധനങ്ങളുമൊക്കെ മാറ്റുകയാണ്. എന്നിട്ട് കൊണ്ടുപോയ ഭക്ഷണവുമായി വേഗം മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മുറി പൂട്ടി കുറുപ്പ് വീണ്ടും താഴേക്ക് പോകുന്നു. ഇത്രയുമാണ് അവിടെ നടന്നത്. എന്നിട്ട് കുറുപ്പ് പറയുകയാണ്, എല്ലാം കഴിഞ്ഞ് ഞാൻ എന്റെ റൂമിൽ കയറി വാതിൽ അടച്ചപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. കിതപ്പ് മാറാൻ ഞാനൊന്ന് കിടന്നതേയുള്ളൂ. അപ്പോഴാണ് ശിവരാമ സാറിന്റെ കുറുപ്പേ എന്നുള്ള വിളി. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എല്ലാരും ടെറസിലുണ്ട്. കല്യാണി എന്നെ കണ്ടതും ഞാനാണ് എല്ലാത്തിനും കാരണമെന്നും ഒക്കെ പറഞ്ഞ് അലറി വിളിക്കുകയാണ്. അതോടെ എന്റെ പകുതി ജീവൻ പോയി. ഒടുവിൽ ആ റൂമിന്റെ താക്കോലെടുപ്പിച്ച് അത് തുറന്നു. കല്യാണിയാണ് ആദ്യം അകത്തു കയറിയത്. പിന്നാലെ മറ്റുള്ളവരും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക്